ഞാൻ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയെന്ന് കുറ്റം പറഞ്ഞാൽ മതിയാ? കാറിൽ കയറി എന്തൊരു കുറ്റം! എത്ര നേതാക്കന്മാർ കണ്ട പെണ്ണുങ്ങളെ വെച്ചിട്ട് പോയിട്ട് ആരും കണ്ടിട്ടില്ല. അതൊക്കെ എത്രയോ പേര് എഴുത്തൊക്കെ എഴുതിയാണ്, എന്നിട്ടൊന്നൊരു പണം ചെലുത്തില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണേ, ഞാൻ 50 കൊല്ലമായി ബെൻസുകാർ കിടക്കണമല്ല. ഇപ്പം തന്നെ നമുക്ക് എത്ര കാറിൻ്റെ അവിടെ കിടപ്പുണ്ടെന്ന്. ഈ മുഖ്യമന്ത്രി നടക്കണേക്കാൾ വലിയ വണ്ടികൾ ഇപ്പോഴും നടക്കും. കാരണം വേറൊന്നുകൊണ്ടല്ല, പണത്തിൻ്റെ അഹങ്കാരം കൊണ്ടല്ല. ഞാൻ അതുപോലെ ഓടി വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഓടാൻ പറ്റുന്ന നല്ലൊരു വണ്ടി വേണമെന്നുള്ളത് കൊണ്ട് ഞാൻ നല്ല വണ്ടി സഞ്ചരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരം സഞ്ചരിച്ചിട്ടും ഞാൻ സഞ്ചരിച്ചനുസരിച്ച് ഒരു വണ്ടി തന്നെ 7 ലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ച വണ്ടിയാണ് അവിടെ ബെൻസ്. ഇന്ത്യയിൽ ബെൻസ് ഇറക്കുമതി ചെയ്തപ്പോൾ ആദ്യം എടുത്ത വണ്ടി, അതിപ്പോൾ 28 കൊല്ലമായിട്ടുണ്ട്. ആ വണ്ടി മാത്രം 7 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 7 ലക്ഷം കിലോമീറ്റർ ഓടിയ ഞാൻ റോഡിൽ കൂടി സഞ്ചരിച്ചിടത്തോളം കേരളത്തിൽ ആരും സഞ്ചരിച്ചില്ല. തെളിയിച്ചാൽ ഞാൻ മാപ്പ് പറയാം. കാരണം എൻ്റെ തൊഴിലും അങ്ങനെയായിരുന്നു, റെയിൽവേയിലായിരുന്നു, ഓട്ടമല്ലേ. മംഗലാപുരം രാത്രിയാണ്, ട്രെയിൻ കിട്ടിയേ പോകും. മധുരാണെങ്കിൽ ഇവിടുന്ന് ഓടും. ഇങ്ങനെ എൻ്റെ തൊഴിൽ ഇങ്ങനെ ഓട്ടമായിരുന്നുകൊണ്ട് ഓടും. പിന്നെ സങ്കടം വന്നപ്പോൾ ഞാൻ നിലത്തുനിന്നില്ല, ഞാൻ നല്ലപോലെ ഓടി, റോഡേ സഞ്ചരിച്ച്. എനിക്ക് പ്ലെയിനിൽ പോയി പ്രവർത്തകരെ കാണാൻ വെക്കുന്ന സ്ഥിതിയിലല്ല എൻ്റെ പ്രവർത്തന മണ്ഡലം. അങ്ങനെ ഞാൻ ഓടി. അപ്പോൾ ഇത്ര മഹാഭാവൻ ഞാൻ എന്നെ തീണ്ടല്ലാതെയായി പോയാൽ. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ വിട്ടത്. വേറെ ഒരു മുസ്ലിമൊക്കെ എത്തിയ